ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പോത്തിൻ്റെ വാലടിയാണ് ഇന്ന് കറി വയ്ക്കാനായിട്ട് പോകുന്നത്. സാധാരണ വയ്ക്കുന്ന ആ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മാത്രമല്ല നമ്മൾ ഈ വാലടി കറി വയ്ക്കുന്നത്. ഒരു മരുന്നും കൂടിയാണ് നമ്മൾ ഈ പോത്തിൻ്റെ വാലടി കറി വെച്ച് കഴിക്കുന്നത്. നടുവേദന, മൂട്ടെല്ല് വേദന ഇതിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നട്ടെല്ല് വേദന, അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് പോത്തിൻ്റെ വാലടി എങ്ങനെയാണ് കറി വയ്ക്കണതെന്ന് നമുക്ക് നോക്കാം. വളരെ ഗുണകരമായ രീതിയിൽ എങ്ങനെയാണ് വെക്കണതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ പോത്തിൻ്റെ വാലടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കട്ടിയുള്ള നെയ്യുണ്ടല്ലോ, ആ നെയ്യെല്ലാം മാറ്റി ജെല്ലി പോലത്തെ നെയ്യ് മാത്രമേ നമുക്കിതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം കൊളസ്ട്രോളിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് ആ നെയ്യ് ഉണ്ടെങ്കിൽ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്ന നെയ്യ്, ഇങ്ങനെ മാവ് കുഴച്ച പോലെ ഇരിക്കുന്ന നെയ്യ് മാറ്റിയിട്ട് അതിൻ്റെ ജെല്ലി ആയിട്ടുള്ള നെയ്യ് മാത്രം നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപ്പി എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് മാറ്റിക്കളയാനുള്ള നെയ്യാണ്. ഇങ്ങനെ മാവ് കുഴച്ച പോലെ ഇരിക്കുന്ന ഒരു സൈസ് നെയ്യാണ്, ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വേണ്ട, അത് നമുക്ക് കളയാം. അതത്ര നല്ലതല്ല കഴിക്കുന്നത്. അപ്പോൾ ജെല്ലി ആയിട്ടുള്ളത് മാത്രം നമുക്കെടുക്കാം. അപ്പോൾ ഇത് വേസ്റ്റായ നെയ്യെല്ലാം കളഞ്ഞ് ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന വാലടിയുടെ പീസാണിത്. ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2 സവാള നമുക്ക് വലുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസാക്കണ്ട, വലിയ പീസാക്കി തന്നെ കട്ട് ചെയ്യാം. ഞാൻ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ചധികം തന്നെ വേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ 1 കപ്പ് വെള്ളം. കാരണം ഇത് എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ആ സൂപ്പൊക്കെ ഇറങ്ങി വരുന്നതിന് വേണ്ടി നമുക്ക് കുറച്ചധികം വെള്ളം തന്നെ വെച്ച് വേവിച്ചതിന് ശേഷം ആ വെള്ളം പറ്റിച്ചെടുക്കണം. ആ ഗ്രേവി പറ്റിച്ച് നമുക്കെടുക്കണം. അപ്പോൾ അത് കറി ഞാനത് വേവിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുരുമുളക് ചതച്ചതാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 സവാളയും കൂടി നേരിയതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വരും. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. അപ്പം നമുക്ക് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന പോത്തിൻ്റെ വാലടി ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയായെന്ന്. ഇപ്പം കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പം സവാള നല്ലതുപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 3-4 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. കാരണം ഇത് നല്ലതുപോലെ ഒന്ന് ഡാർക്ക് കളറായിട്ട് വരണം. അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഈ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പം നല്ലതുപോലെ കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വാലടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിതിലേക്ക് അതിൻ്റെ ആ സൂപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കുക. ആ മസാലകളൊക്കെ ഈ സൂപ്പിൽ കിടന്ന് 2 മിനിറ്റ് വേവായതിന് ശേഷം നമുക്ക് പീസൊക്കെ ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഗ്രേവിയിൽ എല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്കൊന്നാക്കി കൊടുക്കാം. എന്നിട്ട് നല്ല തിക്ക് ഗ്രേവി ആവുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ ഗ്രേവി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോത്തിൻ്റെ വാലടി, വളരെ സ്വാദിഷ്ടമായ വാലടി കറി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പോത്തിൻ്റെ വാലടി കറി വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചിലർക്കൊക്കെ കുറേ നേരമൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൂട്ടിൽ വേദന എടുക്കും. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഇത് വളരെ നല്ലതാണ്. മാത്രമല്ല വളരെ ടേസ്റ്റിയും കൂടിയാണ്. നടുവേദന മാറും, നട്ടെല്ല് വേദന മാറും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം. വളരെ ഗുണമുള്ള ഒരു ഭാഗമാണ് പോത്തിൻ്റെ ഇത്. പോത്തിൻ്റെ ആയാലും ആടിൻ്റെ ആയാലും നമ്മൾ കറി വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.